കഴിഞ്ഞ ഏർവാടി വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ നമ്മൾ രാവിലെ വീണ്ടും ഒന്ന് ദർഗയിൽ കയറി സിയാർത്ത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഏർവാടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുവാണ്. അതിനുശേഷം നമ്മൾ പോകുന്നത് അപ്പോൾ രാവിലത്തെ ഭക്ഷണം നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത്. ഏർവാടീൻ്റെ അവിടുത്തെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ടിട്ട് നമ്മൾ വേഗം കഴിച്ചത് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ പോകുന്നത് ഇവിടുത്തെ സീയിലേക്കാണ്. അതായത് നമുക്ക് ഒരു ബോട്ടിംഗ് പോകാമെന്നുള്ള രീതിയിൽ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ ടേൺ ചെയ്ത് ആ വരുന്ന ഭാഗത്ത് തന്നെ ഒന്ന് ടേൺ ചെയ്ത് നിൽക്കുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ടേൺ ചെയ്ത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു ബോട്ടിംഗ് പോകാമെന്നുള്ള രീതിയിലാണ് മഞ്ഞ ചുരിദാറിട്ടേക്കുന്നത്. ഞാൻ മറ്റേത് വാപ്പിച്ച് എൻ്റെ സെക്കൻഡ് ചൈൽഡ്, ഇതാണ് മൂന്നാമത്തത്. അപ്പോൾ രണ്ടുപേരെയും ഡ്രസ്സ് ഞാൻ തന്നെയാണ് അടച്ചിരിക്കുന്നത്. ഇത് മൂത്ത ആളാണത്. അവളുടെ ടോപ്പ് ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇതാണ് കടൽ. അപ്പോൾ ഈ കടലിൻ്റെ ഇതിൽ നമുക്കൊരു മിഡിൽ പോയിട്ട് നമുക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും. കടലിൻ്റെ നടുക്ക് പോയി ഇറങ്ങി നിൽക്കാൻ പറ്റും. സീൻ്റെ താഴ്ഭാഗം കാണാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അതൊന്ന് കാണാമെന്ന് ഒരു വീഡിയോയിൽ കണ്ടതാട്ടോ. നമ്മളിവിടെ ഇത്രയും വർഷം പോയിട്ടുണ്ടെങ്കിലും ഇതൊന്നും അറിയില്ലായിരുന്നു. സിയാർത്ത് ചെയ്ത് ഇങ്ങോട്ട് പോരും അത്ര മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടല്ലേ എന്ന് വിചാരിക്കുന്നത്. ഈ പള്ളിയുടെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഒരു 2 ട്രിപ്പ് പോയേക്കാം കേട്ടോ അവർ. അതിനുശേഷം അവർ വരുന്നു കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത ആളുകളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ശംഖൊക്കെ പിടിച്ച് കുറേ ശംഖുകൾ വാരിയെടുക്കുന്ന പണിയാണ് ഇവിടെ. കണ്ടോ, ഇവരിങ്ങനെ ശംഖൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ മാത്രം ഒന്നും കേൾക്കുന്നുണ്ടായില്ല, എന്താണാവോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിത് കയറാൻ വേണ്ടി പോവാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറച്ച് റീൽസൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ്, ഇതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ നടന്നു പോകണം. എന്നിട്ട് ബോട്ട് അവിടെ താഴെ നിർത്തിയിട്ടുണ്ടാവും. കണ്ടോ, നമ്മളതിൽ ഈ കഴിഞ്ഞ് വരുന്നവരുടെ ജാക്കറ്റ് നമുക്ക് തരും. അത് നമ്മളിട്ടിട്ടാണ് നെക്സ്റ്റ് ആളുകൾ കയറേണ്ടത്. നമ്മളിത് ഓരോരുത്തരും ഓരോ ജാക്കറ്റും കാര്യങ്ങളൊക്കെ പിടിച്ച് പോവാണ്. കണ്ടോ, ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങി. ഇത് കണ്ടോ, ഗ്ലാസ് ബോട്ടാണിത്. നമുക്കിങ്ങനെ അതിൻ്റെ മിഡിൽ നമുക്ക് കാണാം എന്തൊക്കെ ഉള്ളിലുള്ള മീനുകളെയും അതിൻ്റെ അടിയിൽ നിൽക്കുന്നതൊക്കെ നമുക്ക് അടിയിലുള്ള സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കാണാൻ പറ്റും. കണ്ടോ, പക്ഷേ ഇതിൽ സീസൺ ഉണ്ട്. ഈ സീസണിൽ വന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ പോയപ്പോൾ വ്യക്തമായിട്ട് ഒന്നും ക്ലിയർ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടായില്ലായിരുന്നു. അതായത് വെള്ളം കലങ്ങി കുറേ ഇത് പോയിട്ട് വെള്ളം കലങ്ങി കിടക്കുമായിരുന്നു. അത് മാത്രമല്ല സീസണല്ലായിരുന്നു. എത്രയോ അടി താഴ്ചയിലേക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാമെന്നുള്ളതാട്ടോ. 10 അടി എത്രയോ അടി താഴ്ചയിലേക്കുള്ളത് നമുക്ക് കാണാമെന്ന് അവർ പറഞ്ഞിരുന്നു. ഞാൻ മറന്നുപോയത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ട് യാത്ര നന്നായിട്ട് ആസ്വദിച്ച് തന്നെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഈ ഒരു ബോട്ട് യാത്രയും കൂടി ചെയ്യാവുന്നതാണ്. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. കാരണം കടലിൻ്റെ നടുക്ക് പോയിട്ട് നമുക്കവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നതും ഇത് മിഡിലേക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അടിഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറഞ്ഞത് നമുക്ക് കിട്ടുന്ന ഒരു ലക്ക് തന്നെയാണ്. അതൊക്കെ കാണാൻ പറ്റുകയെന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ മീനുകളെയും താഴെ അവർ നിർത്തിത്തരും. നമ്മൾ പോകുമ്പോൾ അല്ല, വരുന്ന സമയത്ത് അവർ നിർത്തി കാണിച്ചു തരും അത് ഇന്നതാണ് ഈ ഭാഗത്താണെന്നുള്ളത്. പക്ഷേ നമ്മളുടെ പോയ സീസൺ അല്ലായിരുന്നു. സീസണിൽ മാത്രമേ നമുക്കത് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. സീസൺ അവർ പറയുന്നുണ്ട്, ഞാനത് ഓർക്കുന്നില്ല ഏതാണെന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി. കണ്ടോ, മിഡിലാണ് നമ്മൾ ഈ വന്ന് നിൽക്കുന്നത്. കണ്ടോ, ഇറങ്ങി. ഇവിടെയൊക്കെ നിറച്ച് കല്ലുകളാണ് കേട്ടോ. പല
മോഡലിലുള്ള നാച്ചുറൽ സ്റ്റോൺസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. പക്ഷെ ഇതൊന്നും നമുക്ക് വണ്ടി കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇത്രയും ഇതൊന്നുണ്ട്, വെയിറ്റ് എന്നുള്ളതുണ്ട്. ആ വെയിറ്റ് കൂടുതലാകാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ ഇവിടെ ഉമ്മിച്ചത് ഇതിങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഉള്ള ഡിഫറെൻറ്റ് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ പറക്കിക്കൊണ്ടിരുന്ന് അവർ കയറാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞു അതങ്ങനെ കയറ്റാൻ പാടില്ല, ഇത്രയും കിലോ എന്നുണ്ട്, അതുകൊണ്ടിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം കുറേയൊക്കെ കളഞ്ഞു, നല്ലത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് വന്നിട്ട്. കുറേ ഉണ്ടായിരുന്നു, കണ്ടൂടെ കിടക്കുന്ന കല്ലുകൾ ഫുള്ളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ അരികത്തൊക്കെ പോയി നിന്ന് തിരമാലയൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഈ അക്വേറിയത്തിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റോൺസൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ട്. വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല രസമുണ്ട് നമുക്കവിടെ നിൽക്കാൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കല്ലുകൾ വന്നിട്ട് തിരമാല വന്ന് അടിക്കുമ്പോൾ നമ്മുടെ കാലുമ്മ കൊള്ളുന്നുണ്ട്. കുറച്ച് ശക്തിയായിട്ട് വന്ന് ചില സമയങ്ങളിൽ നല്ല ശക്തിയായിട്ട് വന്ന് നമ്മുടെ കാലുമിട്ട് അടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചെറിയ വേനെടുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഇഷ്യൂസൊന്നുമില്ല. ഇത് കണ്ടോ, നമ്മളപ്പോൾ അതിൽ ഫുൾ എൻജോയ് ചെയ്തു. ഇതേനോ, ഇത് അടിയാണേ, താഴ്ഭാഗമാണ്. നമ്മൾ ബോട്ടിൽ കയറി തിരിച്ച് പോവാണ്. കണ്ടോ അതിൻ്റെ അടിഭാഗം കണ്ടോ. പക്ഷെ നമുക്ക് മിഡിൽ പോർഷനിൽ വന്നിട്ട് ക്ലിയറായിട്ട് അതിൻ്റെ അടിയിലുള്ള എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റും. പക്ഷേ നമുക്കതിനുള്ളത് കാണാനായിട്ട് സീസൺ അല്ലാത്തതുകൊണ്ടിട്ട് കാണാനായിട്ടും സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു സങ്കടം. இங்கேருந்து அந்த லாஸ்ட் வரைக்கும் பார்க்கலாம். அந்த அலையை அடிக்கிறாரு அஞ்சு போர்டில் பார்த்துட்டு அது ஃபுல்லாகவே பார்க்குறாங்க. டிசம்பர் ஜனவரி நார்மல் അവർ പറഞ്ഞു കേട്ടോ, നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഈ 4 മാസമാണ് സീസൺ. നമുക്ക് കൃത്യമായിട്ട് അടിയിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ മാസത്തിലൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ബെറ്റർ. കാരണം കുറേ മീൻ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു മീനുകൾ. നല്ല രസം കാണാനായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, നിറച്ച് മീനുകളാണ്. നമുക്കിങ്ങനെ വാരിയെടുക്കാൻ തോന്നും, അതുപോലെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇങ്ങനെ നടന്ന് ഓടും അവിടെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തേക്ക് നമുക്ക് ഫുഡ് വെക്കണമല്ലോ. നമ്മൾ രാവിലെ ദർഗയുടെ അടുത്തു നിന്നുള്ള ഒരു കടയിൽ നിന്നാണ് കഴിച്ചത്. പക്ഷെ നമുക്കത് പറ്റുന്നുണ്ടായില്ല, ടൈം വൈകിക്കൊണ്ടിട്ട് മാത്രം നമ്മളങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു ഇത് കണ്ടപ്പോൾ, കട കണ്ടപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു മീനുണ്ട് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര റേറ്റാട്ടോ അവർ പറയുന്നത്. അവസാനം ഞങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ചു. നമുക്ക് മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞു. ദർഗയുടെ തൊട്ട് ബാക്കിലായിട്ടാണ് കേട്ടോ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ വന്ന് താമസിക്കാൻ വരുന്നവർ, ഫുഡൊക്കെ സ്വയം വിൽക്കുന്നവർ ദർഗയുടെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് കാണാൻ പറ്റും. ഇവിടെയും റേറ്റൊക്കെ കുറച്ച് ജാസ്തിയാണ്, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വാങ്ങി. അപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ വാങ്ങിയിട്ടോ, കണ്ടോ, ക്ലീൻ ചെയ്ത് അവർ ക്ലീനാക്കി തരുകയും ചെയ്തു. അപ്പോൾ ക്ലീൻ ചെയ്യണതിന് 30-20 രൂപ അങ്ങനെ എന്തൊക്കെയോ നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങി വെച്ചു, അവിടെ കാറിൽ വെച്ചു. അതിന് ശേഷം നമ്മൾ കീളക്കര പള്ളിയിലാണ് പോകുന്നത്. ഇതാണ് കീളക്കര സർപ്പത്തിൻ്റെയൊക്കെ ഉള്ള ഒരു ഇതാണ് അവിടെ. ചേർത്തൊക്കെ കഴിഞ്ഞ് നമ്മളിതേ സംഭാരം കുടിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല തണുത്ത സംഭാരം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാനായിട്ട്. ശേഷം നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. നമുക്ക് ഫുഡ് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളവിടെ നിന്ന് പോകുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായി കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ കുറേ ആൾക്കാർ അവിടെ കാണുന്നത്. നമ്മൾ കുറച്ച് മൂവ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മളിതേ മീൻകറി വാങ്ങിയ മീൻകറി നമ്മൾ വെക്കുവാണ്. നല്ല നല്ല സ്പോട്ടുകൾ ഫുഡ് വെക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നല്ല രസമുണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനത്തെ വെക്കാനും. എന്താ നല്ലൊരു സന്തോഷമായിരുന്നു. ഇതൊക്കെ ചോറൊക്കെ സ്വന്തമായിട്ടൊക്കെ വെച്ച് നമ്മൾ കഴിച്ചൊക്കെ പോയില്ലേ, നല്ല രസമായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ രാമനാട്ടുകര ആ ഒരു ഭാഗത്ത് നിന്നാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ
ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഏർവാടിയുടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ വിട്ടു പോയിട്ടില്ല. ഈ ഏർവാടിയുടെയൊക്കെ ആ ചുറ്റും പ്രദേശത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാം എടുത്തൊക്കെ വെച്ച് പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ച് നമ്മൾ നേരെ പോവാണ്. നല്ല രസമായിരുന്നു കേട്ടോ ഏരിയാസ്, അതുപോലെ തന്നെ ഫുഡുകളൊക്കെ. അതാണ് ഈ പറയുന്നത്, നല്ല രസമുണ്ടായിരുന്നു. കാരണം മീൻകറിയൊക്കെ നമ്മൾ ഇങ്ങനെ യാത്രയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒന്നും വാങ്ങി അങ്ങനെ കഴിക്കുന്നൊന്നുമല്ല. പക്ഷെ നമ്മൾ ഇതുപോലെ സ്വയമായിട്ട് വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷവും നല്ല ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ നമുക്ക് തോന്നിക്കും. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്തു. നമ്മൾ നേരെ ഇനി കൊടൈക്കനാലിലേക്കാണ് സെക്കൻഡ് ഡേ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പാസ്സൊക്കെ ഉണ്ടല്ലോ, അതിൽ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഫുഡ് കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ, പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം. ഇത് നല്ല രസം കേട്ടോ. ഈ ഒരു ഏരിയയിൽ മാത്രം മഴയില്ല, അതേത് അപ്പുറത്ത് മഴ. അത് നല്ല രസമായിരുന്നു കേട്ടോ, അത് നോക്കിക്കൊണ്ടിരിക്കാൻ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ നല്ല കാറ്റും ഒക്കെ അങ്ങോട്ട് നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി, നല്ല കാറ്റങ്ങോട്ട്. പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ നിർത്തിയിട്ടിട്ടാണ് നമ്മൾ മൂവ് ചെയ്തത്. അങ്ങനെ നമ്മൾ നൈറ്റായി. അപ്പോൾ നമ്മൾ നൈറ്റ് അവിടെ നിന്ന് കൊടൈക്കനാൽ എത്തിയിട്ടില്ല. നമ്മളപ്പോൾ അവിടെ ഫുഡ് നമുക്ക് നൈറ്റ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിനോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു അവിടെ വെച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ വെച്ച് കഴിച്ച് നമ്മളവിടെ നിന്ന് യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ ഫുഡൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ സ്റ്റേ ചെയ്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഇഷ്യൂസൊന്നുമില്ല. നല്ല രസമാണ് ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്.